ജ്യോതി നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോള്. അമ്മ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മേ, അമ്മേ, ടീച്ചറെ, പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഈ ജ്യോതി പോയിരിക്കുന്ന ആനന്ദാശ്രമം എനിക്കറിയാവുന്ന സ്ഥലമാണ്. ഇനി എൻ്റെ കൂടെ പോരുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വരാം. എടാ മോനെ, സുജാതയോട് എപ്പോഴും സംസാരിക്കുമ്പോഴും എന്തോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായി മനസ്സിലായിട്ടുണ്ട്. ഉള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കണ്ണീര് കുതിർന്നൊരു ബാണ്ടക്കെട്ട്, അല്ലേടാ? എന്തെങ്കിലും അഫെയറോ അങ്ങനെ എന്തെങ്കിലും? ഈ ആശ്രമത്തിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? ആ, കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അതോ ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് വേഗം വിടുന്നുണ്ടോ? ഓ, എന്തൊക്കെ സംഭവിച്ചാലും ഇവക്ക് യാതൊരു കുറവുമില്ല. ഇവളെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ട് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവളെ പറഞ്ഞിട്ട് എന്തിനാ? ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന എന്നെ വേണം പറയാൻ. പിന്നെ ഈ വസ്ത്രം ഇപ്പൊ തന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി. പിന്നെ ജ്യോതി പറഞ്ഞ സന്യാസം അതൊരു നിമിഷം കൊണ്ട് തീരുമാനിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമല്ല. കടന്നുപോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ജയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അമ്മയുടെ മുന്നിലേക്ക് വന്നത്. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ.
പക്ഷേ ആചാരപ്രകാരം കടന്നു പോകേണ്ട എല്ലാ വഴികളും കടന്നേ പറ്റൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുഃഖത്തിന്റെ പേരിൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല സന്യാസം. നാം തീരുമാനിക്കുന്നത് മറ്റൊരു പുതിയ ജന്മമാണ്. ആ വരൂ. എന്താ അമ്മയെ ഒന്ന് കാണണം. അമ്മ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണല്ലോ. ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് കണ്ടേ പറ്റൂ. വരൂ. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം പേരുടെ അവസ്ഥ ഇതാണ്. പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നു, അതിനെ തുടർന്നൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ വരുന്നവരോട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ജ്യോതിയോടും അതുതന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മേ, ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഞങ്ങളെ വേദനിപ്പിക്കരുതെന്ന് കരുതിയ ജ്യോതി. അറിയാം കുട്ടി, നിങ്ങൾ ആ പ്രാർത്ഥനാമുറിയിലേക്ക് ചെല്ലൂ. ആ കുട്ടി ഇല്ലാതെ ഇവളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ തന്നെ ജ്യോതിയോടൊന്ന്. ഞാൻ സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് സംസാരിക്കുക. വരൂ. ജ്യോതിയെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ജ്യോതി, എന്താ നീ കാണിച്ചത്? എന്ത് ഭ്രാന്തൊക്കെ കാണിക്കുന്ന? ഇത് ഭ്രാന്തൊന്നും അല്ല ചേച്ചി. പെട്ടെന്ന് ആലോചിച്ചെടുത്ത തീരുമാനമല്ല. കുറെ നാളായിട്ട് ഞാനിതിന് ശ്രമിക്കുന്നു. പറഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കില്ലെന്നറിയാം. അമ്മ നിന്നെ കാത്തിരിക്കാം. വാ, നമുക്ക് പോവാം. ഞാനില്ല. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ഞാൻ ഇവിടെ തന്നെയായിരിക്കും. ഈ വേഷത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചേച്ചി അമ്മയോട് പോയി പറയണം,
ഞാനിവിടെ സന്തോഷത്തോടെയാ നിൽക്കുന്നേന്ന്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ ജീവിതം ഇങ്ങനെയല്ല ആവേണ്ടത്. നിന്നെ കുറിച്ച് എന്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ ഇതൊന്നും അല്ല. നിത്യേച്ചി ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാനും ശ്രമിക്കണ്ട. ജ്യോതി, ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് ജ്യോതി ആദ്യം ഒന്ന് കേൾക്ക്. എന്നിട്ട് മതി ഒരു തീരുമാനം. ടീച്ചർ ഒന്ന് സംസാരിക്കുക. മോളെ, നിന്നെ വിവാഹം കഴിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാ അമ്മ ഈ സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ പോയല്ലോ നീ. തിരിച്ചറിഞ്ഞില്ലെന്ന് ആരു പറഞ്ഞു? ഞാനതിന് തയ്യാറായത് ചേച്ചി കണ്ടതല്ലേ. എന്റെ വിവാഹം നടക്കാത്തോണ്ട് നിന്റെ വിവാഹം നടക്കില്ലെന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലേ? ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും ചേച്ചി അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളും നേരിട്ട് കണ്ടു നിന്നവളാ ഞാൻ. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിത്യേച്ചി അങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുക്കണ്ട. എനിക്കും വേണ്ട. മോളെ, നിന്നെ തിരിച്ചു കൊണ്ടു ചെല്ലാന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞതാ. നീ ഇല്ലാതെ തിരിച്ചു ചെല്ലണമെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താവെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ നിത്യേച്ചി? ഇവിടെ ആശ്രമത്തിലുള്ള ആളുകളൊക്കെ ബന്ധുക്കളുള്ളവരാ, ബന്ധങ്ങൾ ഉണ്ടായിരുന്നവരാ. അമ്മയ്ക്ക് ഇവിടെ വന്ന് എന്നെ കാണുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. പിന്നെ ഇതൊരു മോശം കാര്യമല്ല. മോളെ, അമ്മയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയേ പറ്റൂ. അച്ഛനെന്ന് പോലും ഒളിഞ്ഞു നടക്കുന്ന ഒരു ജീവിതം, അത് നിസ്സാരാണോ? നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ എങ്ങനെയൊക്കെ ചെയ്തത്? ജ്യോതി, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. പ്ലീസ് മോളെ. അയ്യോ നിത്യേച്ചി, എന്താ ഈ കാണിക്കുന്നത്? മോള് വരണം. നിന്റെ സന്തോഷത്തിന്, നമ്മുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി നിത്യേച്ചി എന്തിനും തയ്യാറാ. മോളെ, അമ്മേ, ജ്യോതിയെ തിരിച്ചു കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും. കുട്ടിയുടെ മനസ്സ് ഒന്നുകൂടെ പാകപ്പെടട്ടെ. ഇവിടെ എപ്പോഴും കുട്ടിക്ക് വരാം.
അമ്മ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്. എന്നിട്ട് അമ്മയെ വിട്ടു പോവാൻ നിനക്ക് എങ്ങനെയാ തോന്നിയത്? അമ്മ ജീവിതം വേണ്ടെന്ന് വെക്കാൻ നമ്മുടെ മുൻപിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തില്ല. ജീവിതം വേണ്ടെന്ന് നമ്മളിൽ ഒരാൾ തീരുമാനിച്ച അതെല്ലാവരുടെയും തീരുമാനവും. ഒന്നിച്ച് ജീവിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഒന്നിച്ച് മരിക്കണമെന്ന് എന്റെ മക്കള് പറഞ്ഞു. അതിന് എന്നോട് ക്ഷമിക്കമ്മ. എല്ലാവർക്കും ഒരു ബാധ്യതയായെന്ന് തോന്നിയപ്പോ എന്റെ മനസ്സിൽ വേറെ മാർഗമൊന്നും തോന്നിയില്ല. അമ്മയ്ക്ക് അമ്മ വിഷമിക്കണ്ട. ഇനി ഒരിക്കലും അമ്മ അറിയാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിതീജ് കല്യാണത്തിന് സമ്മതിച്ചു. അതെ അമ്മേ, ജ്യോതിക്കൊരു ഭാവി ഉണ്ടാവാൻ ഞാനൊരു തടസ്സമായിട്ട് നിൽക്കില്ല. അങ്ങനെ മോളെ, അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. രണ്ടുപേർക്കും നല്ലൊരു ജീവിതം അമ്മ കണ്ടെത്തും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം അമ്മയ്ക്ക്. പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ട. സങ്കടങ്ങളൊക്കെ വിഴുങ്ങി ഇത്തിരിയുള്ള സ്നേഹം പങ്കുവെച്ച് നമുക്കിങ്ങനെയൊന്നും പോവാമേ. ആദ്യമോൻ എവിടെ? ആദ്യമോനോട് ഞാനതൊന്നും പറഞ്ഞില്ല. നാളെ ഫാൻസി ഡ്രസ്സിന്റെ കോമ്പറ്റീഷന് വേണ്ടി എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ശരവണൻ മോനെയും കുട്ടി അതിന് പോയിരിക്കുക. നിങ്ങൾ അകത്തേക്ക് പോവാം. വാ.
ആ നമുക്ക് സ്കൂളിൽ പോവാം ആ. ഏ ആ, എടാ, ഇത് എപ്പോഴാണ് ഫാൻസി ഡ്രസ്സിന്റെ മത്സരം? എന്താ അമ്മാവൻ വരുന്നുണ്ടോ? പിന്നെ അല്ലാതെ ഹാ, കൊച്ചു വേഷം കെട്ടി നിൽക്കുന്നത് എനിക്ക് കാണണ്ടേ? അല്ലടി മോളെ? ദേ മോള് പൂജാമുറി കയറുന്ന പ്രാർത്ഥിച്ചു. ഇന്ന് കോമ്പറ്റീഷൻ അല്ലേ, വിൻ ചെയ്യണ്ടേ? പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഫസ്റ്റ് എനിക്ക് തന്നെ അച്ഛാ. ഹാ, അതിപ്പോ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും കിട്ടേണ്ട കാര്യത്തിൽ ഒരു ഉറപ്പും വേണ്ട. ചില കാര്യങ്ങളില് നിന്നെക്കാളും കേമന ആ പത്മ ടീച്ചറിന്റെ മോൻ ആദിക്കുട്ടൻ. ചിലപ്പോ പശടിച്ചിട്ട് പോകാനും മതി. ഓ അപ്പൂപ്പൻ എന്താ ചെറുക്കനോട് ഇത്ര ഇഷ്ടം? ആ എനിക്കും അച്ഛനും അവനോട് ദേഷ്യാന്നറിയില്ലേ? വാ, അതുകൊണ്ടെന്താ, നല്ലത് കണ്ടാ പറയുന്നതാ എന്റെ ശീലം. അങ്ങനെയൊന്നും അല്ല, മറ്റുള്ളവരെ കുറിച്ച് കുറച്ച് പൊക്കി പറയുന്ന ശീലം ഒന്ന് തിരുത്തിയാ കൊള്ളാം. വാ, അല്ലെങ്കിൽ ഇതൊക്കെ ചിലരുടെ ശീല. സ്വന്തം വീട്ടിൽ എന്ത് കണ്ടാലും മതിപ്പുണ്ടാവില്ല, എന്നാൽ അതേ കാര്യം അയൽപക്കത്ത് കണ്ടാ കേമം. എടേ, എന്നങ്ങ് തന്നാനുണ്ടല്ലോ. ഹ, പിന്നെ എന്റെ മോളെ തൊട്ടത് തന്നെ. നീ എന്നെ തല്ലുവോ? നിന്റെ തല്ല് മൊത്തം നിന്റെ അപ്പൂപ്പൻ വാങ്ങിച്ചു കൂട്ടും. ഒരു അപ്പൂപ്പൻ വന്നിരിക്കുന്നു, നീ വന്നേ. ആ, ദേ, ഇതൊന്നും വേണ്ടേ? ഈ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. എത്ര കാലമായിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ശരി, നിന്റെ ബാഗ് എവിടെ? ബാഗ് എടുക്കാതെയാണോ ഇറങ്ങി വന്നത്? ഈ ബാഗും ഇല്ലാണ്ടാണോ പോടണേ? എവിടെ പോണെന്തോ അച്ഛനും മോളും. ദാ